ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് എന്താ വെച്ചാല് കപ്പയും മീൻകറി ഉണ്ടാക്കാം കേട്ടോ. നല്ല അടിപൊളി കപ്പ ഉണ്ടാക്കാൻ ഇവിടെ നമ്മൾ നിൽക്കുന്ന വീടിന്റെ ഓണറ് ഞങ്ങളെ വീടിന്റെ തൊട്ടന്നെ കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്തില് മൂപ്പര് എന്താ വെച്ചാല് കുറച്ച് കപ്പി ഇതൊക്കെ നട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് വരുന്ന ടൈമില് കുറച്ച് ചെറിയൊരു മരമൊക്കെ ആയിരുന്നു. മരം നല്ല കേട്ടോ, ചെറിയ അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അത് വിളവെടുക്കാനുള്ള ടൈം അപ്പൊ ആയിട്ടില്ലായിരുന്നു. അപ്പൊ ഉച്ചക്ക് ശേഷം ഇതിൽക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യാണ്, കപ്പട്ടോ. പിന്നെ കപ്പന്റെ ഒപ്പം വേറെ എന്താന്ന് അറിയണ്ടേ? ഒന്ന് കെട്ടെടുത്താ മതി. എപ്പോഴാ മനസ്സിലായില്ലേ? കപ്പി അയില അയിലമീനും മുളകിട്ട് കറി. അത് ഞങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നേ നമുക്കൊന്ന് കണ്ടാലോ. സ്റ്റോറി വരുന്നുണ്ട. അപ്പൊ പുതിയ മീനാണോ, ഫ്രഷ് മീനാണ്. അതിന്റെ തിളക്കം കണ്ടില്ലേ, കണ്ടാ? ഞങ്ങളെ ഇങ്ങനെ പോവാ. അടിപൊളി മീനാട്ടോ. അപ്പൊ ഞങ്ങളിന്ന് ഒരുക്കത്തിലാണ്. അപ്പൊ നല്ല തട്ടിയും കാര്യം എന്താ ചേർത്താണ് ഫാസ്റ്റ് ആകട്ടെ. ഭയങ്കര വിശപ്പുണ്ട്. 12 മണിക്ക് ചോറ് വെച്ച് പണിസ്ഥലത്ത് സത്യത്തി അതല്ല അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് ഞാനാണ്. ഞാൻ ഉണ്ടാക്കിയ കോളാവെന്നാണ് പറയുന്നത്. അത് കോളാവില്ല എന്നുള്ളത് നമുക്ക് നോക്കാലോ. അപ്പൊ ആദ്യം എന്ത് ചെയ്യാ, അപ്പൊ കത്തി അപ്പൊ അപ്പൊ മീന് നന്നാക്കുന്നത് ഇപ്പൊ കാട്ടിനില്ല കേട്ടോ. അത് പെട്ടെന്ന് നന്നാക്കി വെക്കാം. അതിൻ്റെ ഉള്ളില് നമുക്ക് എന്ത് ചെയ്യാം, എന്ത് അതെ. അപ്പൊ കത്തിയും മീനും കണ്ടിട്ട് കൊതിക്ക് മക്കളെ, കുത്തി എല്ലാം എന്താ കൊതി എടുത്താണ് തുറന്നില്ല. കപ്പയും മീനെന്ന് പറഞ്ഞാൽ ലെവലാണ്. എന്നൊക്കെ അറിയിച്ചാണ് ഇതിങ്ങോട്ട് തിരിക്കാതെ. ഞങ്ങൾക്ക് ഇവിടെ ടേബിളും കാര്യമൊന്നുമില്ല കേട്ടോ. കാണിക്കാത്തൊന്നുമില്ല. ചെറിയൊരു കിച്ചണാണ്. കിച്ചണിന്റെ ആളാണ് ഇതൊക്കെ പറഞ്ഞു. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം നമ്മള് കിച്ചൺ. ശരിക്കും ഇവിടെ ഒരു ടേബിളാണ്. അല്ലെങ്കിൽ ഞങ്ങളൊരു ടേബിൾ വാങ്ങാൻ നിക്കണ്ടോ. പൈസ കിട്ടിയിട്ടില്ല. പണിസ്ഥലത്തിനെ 12-12:30 ആയപ്പോഴാണ് ചോറ് വെച്ച്. രാവിലെ കടിയില്ലല്ലോ, അറിയില്ലേ? ഞങ്ങള് രാവിലെ 10 മണി രാവിലെ എപ്പോഴെങ്കിലും ഒരു അപ്പം ഉണ്ടാക്കി തരും. ഇതിപ്പോ ഞാൻ എങ്ങനെ മുറിച്ചത്? ഇതിപ്പോ പീടി അല്ലേ, നമ്മള് ഈ കടയിലൊക്കെ കാണുമ്പോ നന്നായിട്ട് പൊട്ടിയല്ലോ. പൂള ഉണ്ടാക്കാൻ അറിയില്ല. ആദ്യം നമുക്ക് അതൊക്കെ മതി. അപ്പൊ പൂള ഉണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ കപ്പയും പിന്നെ എന്തായിരുന്നു ഇറച്ചി ഇട്ടാണ്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാന്നൊക്കെ എഴുതിയിരുന്നല്ലോ. ഇവിടെ ഞങ്ങളെ നാട്ടിൽ പൂളാന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ പിന്നെ ആ രീതിയിൽ തന്നെ പറഞ്ഞു പോവാ. ചീനി മരച്ചീനി അല്ല, മരച്ചീനി അല്ലേ, ചീനി. ചിലടത്ത് കപ്പ. പിന്നെന്താ പറയുന്നത്? ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഒരാളെന്തെങ്കിലും കാട്ടാൻ അടുത്താൾക്ക് ചെയ്യാൻ കഴിയില്ല.
ആകെ ആ ഒരു സ്പേസ് ആണ് എനിക്ക് മുറിക്കാനും കെട്ടാനും കേട്ടാനും. അത് മുറിച്ച് കഴിഞ്ഞിട്ട് വേണം കുറച്ച് ഉള്ളിയെടുത്ത് അരിയണമെങ്കിൽ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അടുത്ത അരിന കാണാം. അല്ല ഇതൊന്ന് കഴിയുമോ? നോക്കട്ടെ. ഇതേ കുറച്ച് മൂത്ത പോലെ അല്ലാതെ ശക്തി കയറ്റുന്ന അത് മനസ്സിലാകുന്നു ശരിക്കും. ഒരു പൂളാണ് കാട്ടുന്നത് കാണില്ലേ? പൂള ജയിട്ടല്ലേ? നല്ല പൂളായിട്ടേ, പുതിയ പൂളല്ലേ നിങ്ങളെ? അപ്പോ നിങ്ങളെ അതല്ല എന്തുകൊണ്ട് മുറിക്കാൻ കഴിഞ്ഞ ഈ കത്തി ശരിയാണ്. മുറിക്കണവർക്കൊന്നും കുഴപ്പമില്ല. ഇതാ ഇനി എന്ത് ചെയ്യണം അറിയാം? ഇത് തട്ട് എന്ത് ചെയ്താണ്? തട്ടല്ല, ഒരു ഇതെടുത്ത് ഈ മണ്ണിന്റെ തല. ഓ അത് ഇവിടെ ഇല്ലല്ലോ. ഒരു തട്ട് എന്ന് പറഞ്ഞാൽ അറിയാം. അതല്ല, തട്ട് ഇവിടെ ഇല്ലല്ലോ. തട്ടല് ഇത് നമുക്ക് അത് വാരിട്ടോ. മണ്ണൊക്കെ ഇതിന്റെ ഉള്ളിൽ കൂടെ പോകും. ഇതിടാൻ പാടില്ല. അല്ല ഇതിന്റെ ഉള്ളിൽ കൂടെ പോകും. വേറെ എന്തെങ്കിലും ഒരു അറിയാത്തത് ഇതിന് മണ്ണിടാനോ കൊണ്ട് പോകണേ. മണ്ണിടാന് കറി ഉണ്ടാക്കണ പാത്രത്തിൽ പത്രം എടുത്തോണ്ടിരിക്കും. പത്രം ഇല്ല ഇവിടെ. ഉണ്ട്. ഇല്ല. ഇനിയിപ്പോ അത് ഞാൻ എന്താ ചെയ്ത് പത്രം എടുത്തേ. അത് പാലത്ത് അപ്പൊ ഞങ്ങൾ ഇവിടെ തുടച്ചാണ് രാത്രി അടിച്ചു വരാൻ പാടില്ലാന്നാണ് അയമക്കാര് പറയും. അറിയുന്നവർ പുതിയാപ്ലാരെ വാക്ക് കേൾക്കണം. പുതിയാപ്ലാന്റെ വാക്ക് കേട്ട് കുറച്ച് ഇമാൻ കൂടുതലാണ്. ഇമാൻ കൂടിയ ആൾക്കാരെ കിട്ടും. ഞങ്ങൾ ഇമാൻ കുറച്ചും കൂടി കൂടി ഇറങ്ങി. ഇതാ ഇതുകൂടി എങ്ങോട്ടാണ് വെച്ചാല് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. ഇവിടെ ഒന്നൊന്ന് ക്ലീൻ ചെയ്ത് തന്നാല് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ അതിന്റെ മട്ടം പോലെ ചെയ്തോളാം. ഓക്കെ? അപ്പൊ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ്. അതിപ്പോ കഴിയും. ഞാൻ ഇതെടുത്തോണ്ട് കേട്ടോ. അപ്പൊ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മുറി. നിങ്ങളത് വെച്ചിട്ടുണ്ട് കണ്ടു പാലിങ്ങനെ വെച്ചാണ്ട് പുതിയ പൂളായിട്ട്. പിന്നെ ദീനല്ല മിൽമ. ഇതിക്ക് മിൽമന്റെ ആൾക്കാരൊക്കെ ദീനാണ് പാല്. ഞാൻ അറിയാം. മിൽമക്കാരില്ലേ, മിൽമക്കാര് പറഞ്ഞപ്പോ ഒരു അമ്മക്കൊരു കേസ് എന്തിനാണ് വെറുതെ. ഇത് റബ്ബർ പാലൊന്നുമില്ല, നല്ല പക്ക ഒറിജിനൽ പാലം. നിങ്ങൾ എന്ത് ചെയ്യണ്ടേ? ഞാൻ പൂള ഉണ്ടാക്കും. അതൊക്കെയാണ് കേൾക്കൊണ്ടിട്ടോ. ഞാൻ ഇവിടെ വെട്ടി വെച്ചു കാണിച്ചത് ഇങ്ങനെയാണ് അരിയില്. ഫസ്റ്റ് മുതൽ ഒന്നും കൂടി കാണിച്ചല്ലോ. അറിയാത്തതുകൊണ്ട് പൂള എങ്ങനെ തുലിക്കണെന്ന് അറിയാത്തതുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചുതരാം. അപ്പൊ ഇപ്പൊ പഠിപ്പിച്ചുതരാം. ഒരു മിനിറ്റ്. തോല് ഫോണും ചെയ്യും. അതൊന്നല്ല, ഞാൻ പണ്ട് നമ്മളെ പരിപാടി ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ പഠിച്ചെന്ന് വെച്ചാൽ പഠിച്ചാണ്.
ഓട്ടാൻ ഓട്ടാൻ പഠിച്ചു. അന്ന് ലൈസൻസ് ഓട്ടാൻ പഠിച്ച അങ്ങനെയൊക്കെ ഇങ്ങനെ നിൽക്കണ ഇവരാണ്. അങ്ങനെയൊക്കെ ലൈസൻസ് ഒക്കെ എടുത്ത് കിട്ടി. ഞാൻ ഉള്ളിൽ എന്നിട്ടേ ലാസ്റ്റ് എന്തായാലും പണ്ടൊക്കെ പറഞ്ഞാൽ ഇപ്പത്തെ മാർക്കില്ലല്ലോ. പണ്ടുള്ള കൊറേ പണ്ടെന്നല്ലോ ഞങ്ങളെ ചെറുപ്പകാലം അതാണ് പറയാൻ. 20 കൊല്ലം മുമ്പ്. ഏകദേശം 20 കൊല്ലം മുമ്പ്. അപ്പൊ അന്ന് കേൾക്കണം ഒരു വലിയ അന്നൊക്കെ എങ്ങനെ അറിയോ, സ്കൂളില്ലാത്ത ദിവസമൊക്കെ പറഞ്ഞാല് അങ്ങോട്ട് മല കയറാൻ പോവാ. മനസ്സിലാണല്ലോ ഈ മല കയറാൻ പോവാ അറിയണ എന്താ? ഏത് മല? നമ്മുടെ നാട്ടിലുള്ള അന്ന് കോറി കുളിക്കാൻ പോകും അങ്ങനത്തെ അങ്ങനെ ഒരു ഇതല്ലേ. അപ്പൊ അങ്ങനെ നമ്മളെന്ത് ചെയ്യും, മല കയറാൻ പോകും. ഞായറാഴ്ച ശനിയാഴ്ച എങ്ങനെയാണോ അന്ന് ശനി ഞായർ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് പോവാ. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തില് ഒരുത്തം ഈ പശു പോത്ത് അതിനൊക്കെ വളർത്തും കാട്ടൊക്കെ ചെയ്യും. അത്ര ചെറുപ്പത്തിൽ? അത്ര ഇത് ഞാൻ പെറ്റുപോണ അന്നത്തെ അല്ല പറയുന്ന 20 കൊല്ലം മുമ്പത്തെ അറിയണേ. എന്നിട്ട് ആ പ്രായത്തിലൊക്കെ 20 കൊല്ലം മുമ്പൊന്നുമല്ല. നിങ്ങളല്ലേ പഠിച്ച 20 കൊല്ലം മുമ്പ്? അങ്ങനെ പറഞ്ഞ ആ ഫ്ലോയില് ഞാൻ പറഞ്ഞു പോയത്. എന്തൊക്കെയാ പറയുന്ന അറിയുന്നേ? ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ കൂട്ടിയാണ് അന്നത്തെ കുട്ടിയാണ്. അന്നിപ്പോ എന്തായാലും ഞങ്ങളങ്ങനെ പോവാണ്. ആദ്യം കോറിയിലൊക്കെ ചാടി കണ്ടോലെ പറമ്പത്തെ മാങ്ങയൊക്കെ കട്ടറിച്ച് മാങ്ങയൊക്കെ അറിഞ്ഞ് അതിന്റെ ഓണർ തല കൂടി 2 കിട്ടി. കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങൾ ഓടിണ്ടാവും. അങ്ങനെയൊക്കെ നിങ്ങളോട് പറയണോ? അങ്ങനെയൊക്കെ കൊറേ സംഗതികൾ ഉണ്ടായിരുന്നു. അല്ലതിപ്പോ പറഞ്ഞ പറഞ്ഞെന്ന് വെച്ചാല് അപ്പൊ ഇതിലുള്ളൊരു ചെങ്ങായി ഓൻക്ക് പശും പോത്ത് അതിനൊക്കെ ഓൻ വളർത്തുന്നുണ്ട്. അപ്പൊ അതിനുള്ള പുല്ല് പറിക്കും. മനസ്സിലാണോ? ഈ പുല്ല് പറിക്കാൻ വേണ്ടിട്ട് നമ്മളെ ഓട്ടോറിക്ഷയിൽ മിനിയൂട്ടി അറിയില്ലേ? അറിയാത്തവരെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഭയങ്കര സംഭവിക്കണം. അങ്ങനെ മിനിയൂട്ടി എന്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ പോകുന്ന ടൈമില് മിനിയൂട്ടി ഒരു മിനിയൂട്ടി തന്നെയല്ല, അന്നൊക്കെ ഫുള്ള് അവിടെ കള്ളുടിയന്മാരും എന്തൊക്കെയാണ് ഉണ്ടായി. ഇപ്പൊ ഒന്നല്ല, ഇപ്പൊ അടിപൊളിയല്ലേ. അപ്പൊ ഞങ്ങളെ കോറിയിലൊക്കെ കുളിച്ച് അങ്ങോട്ട് കേറി. എവിടേക്ക്? മിനിയൂട്ടിക്ക് നടന്ന പോണത് അന്ന്. പക്ഷെ അന്ന് നടന്നല്ല, അന്ന് ഓട്ടോറിക്ഷയില്ലേ. ഉണ്ടാക്കി വന്നാണ്ട് പൊക്കിക്കൊണ്ടേ നിങ്ങൾക്ക് ആരും എല്ലാ അന്നൊക്കെ തന്നെ ചെറുപ്പം വെറുതെ പടായി പറയാൻ. 8ാം ക്ലാസ് പഠിച്ചിട്ട് ഓട്ടോറിക്ഷ ഓട്ടാൻ ഞാൻ സൈക്കിളിന്ന് പോയിക്കുന്നു. സൈക്കിളുമ്മ പോകും. പക്ഷെ 8ാം ക്ലാസ് ആരെങ്കിലും ഓട്ടോറിക്ഷ ഓട്ടിക്കും. ഓട്ടോറിക്ഷ ഓട്ടി വെറുതെ ഞാൻ പടായി പറയുന്നു. ഞാൻ ഒരു കാര്യമായിട്ട് ഇത് കേൾക്കാനും നല്ല കെട്ടി അപ്പൊ ഞാൻ പറഞ്ഞ ശരിക്കും ഇത് ഉണ്ടാക്കുമ്പോഴേ ഈ ദൗത്യം ഏറ്റെടുത്തോലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാനായോണ്ടാണ് ഈ ഉള്ളിൽ കുറിച്ചെടുക്കാൻ എനിക്കുണ്ടാക്കി തിന്നാ അറിയില്ല. എത്താത്തതൊക്കെ ഒരു ഇറച്ചി മൂളല്ലോ. അതന്നെ പറഞ്ഞ ആരോട് ഉണ്ടാക്കിയത്? നമ്മളിവിടെ പറഞ്ഞു ഇനിയിപ്പോ പറയാൻ കൊറേ പടായിരുന്നു. ഇത് കുറച്ച് സ്പേസ് ഇല്ലാതെ ഭയങ്കര കേട്ടോ. രണ്ടാക്കൊന്നും ഇവിടെ നിക്കാൻ അതിന്റെ ഉള്ളില്
നമ്മളെ ഓണറോട് ചോദിച്ചു നോക്കാം. ലോൺ എടുക്കാൻ അയാൾക്കും കൂടി ലോൺ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ തന്നെ നമ്മക്ക് ലോൺ കയറിയിട്ട് ഇവിടെ സ്വൈരമില്ല. സ്വൈരം തരാതെക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതുപോലെ നമ്മള് വിശദീകരിച്ച് ഒരു വീഡിയോ ചെയ്യണ്ടേ നമ്മൾ നമുക്ക് അടങ്ങേറാക്കാം കുറച്ച് ആൾക്കാരുണ്ട്. എന്താണ് ഒരു ചെറിയൊരു ചെറുതും നല്ല കാരണമുണ്ട്. നിങ്ങള് പൂള മുറിച്ചണല്ലേ ഇത് വജ്ജുണ്ട്. എത്ര തിന്ന് തീർക്കേണ്ടി ഇനി ടേസ്റ്റ് ഇല്ലാണ്ടും കാര്യമില്ല. നമുക്കൊന്നും നാളെ കഴിച്ച് പൂള തന്നെയാണ്. സത്യം പറഞ്ഞ എല്ലാരും കരുതുണ്ടാവും എന്തോ വലിയ സംഭവം ഉണ്ടാക്കുക. ചെറിയ കുട്ടികള് വരെ ഉണ്ടാക്കുന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതെല്ലാവർക്കും അറിയാം. അങ്ങനല്ലല്ലോ എന്റെ ഒരു രീതി. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് കാണിക്കണം. അപ്പൊ കൊണ്ടേ അപ്പൊ കേൾക്കണം. ഹെൽപ്പർ ബിസിയാണ്. ഹെൽപ്പർ ഭയങ്കര ബിസിയാണ്. ചന്ദനമായുള്ള മൃദായി മാറി ഭയങ്കര കഷ്ടമാണ്. അടുക്കളയിൽ തുറന്നൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, നിങ്ങള് കാണലുണ്ട്. വീടും മറ്റേ മത്സ്യം കണ്ടിട്ട് വരെ. അപ്പൊ നമുക്ക് കപ്പ കഴുകിയിട്ട് വരാം. ഇതാ കുക്കറിൽ കൊള്ളു. അത് കൊണ്ടുപോയി കുക്കർ വാങ്ങാം. കുക്കറിൽ കൊള്ളില്ല. കഴിഞ്ഞ വീഡിയോയില് ഇപ്പോഴത്തെ ട്രോളുണ്ട് എന്നാണ് പറഞ്ഞത്. എല്ലാം കുക്കറിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞ ചെങ്ങാഴ്ചയുടെ കളിയാക്കലൊരിക്കലാണ് പറയുന്നത്. എല്ലാരും കളിയാക്ക. ഞാൻ കുക്കറിൽ സാമ്പാർ ഉണ്ടാക്കി. കുക്കറിൽ സാമ്പാർ ഉണ്ടാക്കിയാണ്. പിന്നെ കുക്കറിലല്ലേ സാമ്പാർ ഉണ്ടാക്കുക. ആരാണ് പിന്നെ എളുപ്പപ്പണിക്ക് അങ്ങനെ ചെയ്തെടുത്തിട്ട് ശരിക്കും എങ്ങനെ സാമ്പാർ ഉണ്ടാക്കി? കുക്കറിൽ സാധാ ഇതിലുണ്ടാക്കുക കൊണ്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോരോ ചട്ടികള് ഞാൻ എങ്ങനെയാ ഉണ്ടാക്കുക? നിങ്ങളുണ്ടാക്കണല്ലോ. പണ്ടേ ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ട്, അതിനെ ഫോളോ ചെയ്യാം. എന്നിട്ട് എന്തോ രസമുണ്ട് ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെ കപ്പൊക്കെ ചെയ്യും. മീനും ചെയ്തുകൊടുക്കാം. എന്റെ ഹെൽപ്പർ 37 ആയതുകൊണ്ട് ഞാൻ ആക്കി തരേണ്ടി. പിന്നെ എന്റെ നല്ല മനസ്സും നമുക്കൊരാള് ഹെൽപ്പിങ് വേണ്ട. നല്ല ബിരിയാണി വെക്കാനായാലും ഒരു ഹെൽപ്പർ വേണം. ഒരു പണ്ടാലൊക്കെ അങ്ങനല്ലേ നമുക്ക് അങ്ങനെ ഉണ്ടാക്കുമോ? കുക്കറിൽ മീൻകറി ഉണ്ടാക്കിയാലോ? അങ്ങനെ ഉണ്ടാക്കും. കുക്കറിൽ മീൻകറി ഉണ്ടാക്കാൻ പറ്റും. കുക്കറിലോ? എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു. ഫ്രണ്ട്സ് നിനക്കൊന്ന് കാണണം. മീൻ കാര്യമായിട്ട് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റും മീൻകറി. കുക്കറിലൊക്കെ മീൻകറി ഉണ്ടാക്കിയില്ല. ആ മീൻ ഇനത്തിനെ പറ്റിയ മീനോ? അതിനെന്താ കുഴപ്പം? തിന്നാം. കുക്കറിൽ മീൻകറി അങ്ങനെയൊക്കെ ഉണ്ട്. കുക്കറിലൊക്കെ കേറിപ്പെടുന്ന പറയണ്ടേ. ഞാൻ ഉണ്ടാക്കി വെക്കില്ല, പറഞ്ഞിട്ടുള്ളൂ. റെസിപ്പി സാധാ റെസിപ്പി മതിയാവും. ആ കുക്കറിൽ ഉണ്ടാക്കിയ ആൾക്കാരെ ഞാൻ ഉണ്ടാക്കി വെക്കണം. ഉണ്ടാക്കി വെക്കാം നമുക്ക്. ആദ്യം എന്താ ഉണ്ടാക്കുക? മീന ഉണ്ടാക്കുക, കപ്പ ഉണ്ടാക്കുക. ആദ്യം നമുക്ക് മീൻകറി ഉണ്ടാക്കുക. ഹലോ എന്നിട്ട് കപ്പ ഉണ്ടാക്കുക. അത് ഒരു ഭാഗത്ത് വെച്ചാൽ മതി. കുക്കറിൽ ഉണ്ടാക്കണ്ട. എന്തിനാ വെറുതെ അല്ലെ, വെറുതെ വേസ്റ്റ് ആക്കാൻ. കുക്കറിൽ മീൻകറി ഉണ്ടാക്കുന്ന റെസിപ്പി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിച്ചതോ. അപ്പൊ എല്ലാരും വിചാരിക്കും എന്താണ് ഇതിക്ക് മത്തിക്കറി ഇരിക്കാത്തതെന്ന്.
അയിലല്ല നമ്മള് വാങ്ങിയത്. അതെന്താണെന്ന് വെച്ചാല് മത്തിയില് ഫുള്ള് മുള്ളാണ്. അപ്പൊ നമ്മക്ക് തിന്നാൻ വയ്ക്കില്ല, അതാണ് കാരണം. മത്തിന്നല്ല, മീൻ തിന്നണതാണ്. അതെന്താ വീഡിയോ ഞാൻ അറിയാതെ അടുത്ത് കാണിച്ചത്. മീൻ തിന്നണ എങ്ങനെയാ? മീനാണെങ്കിലും അതൊന്നുള്ളൂ കേട്ടോ, പൊരിച്ചതാണെങ്കിലും അല്ലെങ്കിലും. മത്തി തിന്നൂല കേട്ടോ, മത്തി അയില അങ്ങനത്തെ അയില തിന്നില്ലാത്ത പ്രശ്നമില്ല. മത്തി, മുള്ളമീന്, കോര അത് തിന്നൂല. എന്റെ പ്രശ്നം എന്താ പറയാ, അതിങ്ങനെ എടുത്തു കഴിഞ്ഞാല് അതിലുള്ള നാരും മഴക്കുള്ള മുള്ളുണ്ടല്ലോ, അത് ഇവിടെ കിട്ടുമല്ലോ, എന്നിട്ട് മരിച്ചു. കുറ്റം പറയുന്നു, അത് തൊണ്ടിയിലും തൊള്ളിയിലൊക്കെ കുത്തും. എന്നിട്ട് ഇപ്പൊ ആ കുട്ടിയും കണ്ടു പഠിച്ചിരുന്നു. മത്തി പാവപ്പെട്ടവരെ ഭക്ഷണമാണ്. ചില നേരത്തുള്ളൂ, ചിലപ്പോ കഴിഞ്ഞ മാസം 100-200 ഒക്കെ ആയിരുന്നു മത്തിന്റെ വില. അതാണ് പാവപ്പെട്ടത്. ഇപ്പതാ 3 കിലോ 100. ഞാൻ പോകുമ്പോണ്ട്, അപ്പൊ അവിടെ ഉണ്ട് ചെറിയ മത്തിയാണ്, അതുകൊണ്ട് വാങ്ങിയത്. നന്നാക്കി ഉണ്ടാക്കണമെങ്കിൽ ചിലപ്പോ എന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് അല്ലെ, ഒരു 10-500 ഉണ്ടാവുകയാണെങ്കിൽ 100 രൂപയ്ക്ക് വാങ്ങിയാല്. പിന്നെ അതുകൊണ്ട് വല്ല എന്തേലും അതിലാക്കി വെച്ചു. കുഴപ്പമില്ലാത്ത മീഡിയം സൈസ് ആയില്ല. ശൈലി നല്ല രസമാണ്. മുളട്ടാണ് തിന്നണം. ആ പൂ പോലുള്ള പൂളല്ലേ, തക്കം പറയാൻ കേൾക്കൂല. അങ്ങനത്തെ പൂളാണ്. ആ പൂളില്ല കാണിച്ച കുക്കറിൽ നമുക്ക് മീൻകറി ഉണ്ടാക്കണ്ട. പിന്നെ അതില് ഉണ്ടാക്കലാണ്. അപ്പൊ കപ്പ നമുക്ക് എന്ത് ചെയ്യാം, കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറില് കപ്പ ഇട്ട് കൊടുക്കുക. കുക്കറിൽ കൊള്ളാന്ന് ചോദിച്ചാൽ കൊള്ളൂല. അല്ലെങ്കിൽ ഇതിങ്ങനെ മൂടിയൊക്കെ, അല്ല അത് മൂടിയൊക്കെ അത്രയൊക്കെ ഇട്ടാല് ദാജിക്കുട്ടി കുക്കറില് ഇന്നറിട്ടും ഉണ്ടാക്കും. പൊട്ടി ദിവസം വെള്ളം കൊണ്ടാണ്, വെള്ളം കൊണ്ട് അപ്പൊ നീ ഇതില് വെള്ളം ഒഴിക്കാം. കുക്കറില് പൂളവിട്ട് അതില് വെള്ളം ഒഴിച്ച് ഒരു മുളക് കൂടി ഇട്ടാൽ നിങ്ങളെ സ്പെഷ്യൽ അല്ല, ഇത് എന്റെ സ്പെഷ്യൽ. തിന്നാൻ പേടിയാവാണ്. കുക്കർ പൊട്ടിത്തെറിച്ചാൽ ഞാൻ ഉത്തരവാദിയാവുന്നതല്ല. അത്രേ ഉള്ളൂ, വേറെ എന്താ ഇവിടെ ആരോന്ന് അടിച്ചേരി നടന്നൂടെ കിടക്കുന്നത്. ഇന്ന് തുടച്ചതാണ് ഇവിടെ. ഈ പൂള വെട്ടിങ്ങാണ്ടാണ് മതി 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 പൊട്ടി തെറിച്ചു വന്നിട്ടോ. എന്നെ പറഞ്ഞ ഫുള്ളാണ് ഇത്. എന്ത് കിട്ടാൻ ചാൻസ് കുറവാ. അതൊന്ന് കഴുകി തന്നെ. നമുക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, അതാ നല്ലത്. കുക്കറിന് നല്ലതാണ്. അവസാനം എന്താന്നുള്ളത് കണ്ടറിയേണ്ടി കേട്ടോ. ഒന്നാവില്ല. അല്ലാതെ കൊല്ലത്തിന്റെ ആക്കിയില്ല, പൂളൊക്കെ ചെറുതാക്കി ഒരു പ്ലേറ്റ് എടുത്തേ. ഇതന്നെ ഞാൻ പറഞ്ഞത്, കൊള്ളില്ല. പാത്രത്തിൽ വേണ്ട, ഈ കട്ടിംഗ് ബോർഡ് എടുത്താ പച്ചമുളി ഉണ്ടാക്കണ്ട. അത് ഉണ്ടാക്കാന്നല്ല, നമ്മക്കൊക്കെ പറഞ്ഞാല് ഒരുപാട് സാധനം മാറ്റി സംഗതി ഉണ്ടാക്കാൻ തേങ്ങ മാറ്റില്ല. ഒക്കെ കയ്യിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ അരിനാണ് നമ്മക്കൊന്നും കഴിക്കാൻ.
അതിനങ്ങനെയല്ല, ഞങ്ങളൊക്കെ അറിഞ്ഞല്ല കറക്റ്റ് ഇതിലാണ് ആക്കിങ്ങാണ് പോകുക. ഇതൊക്കെ അടുക്കളയിൽ കയറി കഴിഞ്ഞാലല്ലേ അടുക്കള മറിച്ചിട്ടിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. പിന്നെ ബാക്കി പരിപാടിയൊക്കെ നമ്മൾ എടുക്കണം. ആ അതാണ് ഞങ്ങളൊക്കെ എന്താണ് വൃത്തി. ഇത് ഞാൻ കൊണ്ടുപോയിക്കണം. കുറച്ചോനെ നിങ്ങൾ കാത്തോളി, എത്ര പറയാനാണ്. അപ്പം കുക്കർ നമ്മൾ മൂടാണ് നിങ്ങൾ മൂടാണ് കുറച്ച് വിട്ടുന്ന ഒട്ടിത്തുറച്ച് മൂടാണ് നല്ലൊരു കുക്കർ മൂടാണ് പൂളുണ്ടാക്കാൻ മൂടാണ് മൂടാണ്. ഹൈയിലിടല്ലേ? കുറച്ച് ഓയിലും കൂടിയാണ് വെച്ചത്. എത്തിന് കൂടിക്കോ സ്പെഷ്യലാക്കി മാറ്റിയാൽ മതി. നീ കുറെ പേരിടേണ്ടി വരും. ഞാൻ